ധനമോഹം അതിനവരെ പ്രേരിപ്പിക്കുകയായിരുന്നു. പണത്തിനു വേണ്ടി മനുഷ്യർ ചിലപ്പോൾ എന്തും ചെയ്യുമല്ലോ. രാജാവ് കൂടുതൽ പേരെ അവരോടൊപ്പം പറഞ്ഞയച്ചു. മകന്റെ തിരിച്ചുവരവിനായി രാജാവ് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. അന്വേഷകരെത്തിയപ്പോഴേക്കും രാജകുമാരൻ അവിടം വിട്ട് ഏറെ ദൂരം സഞ്ചരിച്ചിരുന്നു. അവർ നിരാശരായി മടങ്ങി. മകനെ കാത്തിരുന്ന രാജാവിന് സങ്കടം അടക്കാനായില്ല. അവനെ കണ്ടുവെന്നും സംസാരിച്ചുവെന്നും പറഞ്ഞവർ തന്നോട് കളവ് പറഞ്ഞു തന്നെ വഞ്ചിക്കുകയായിരിക്കുമോ? രാജാവ് ന്യായമായും സംശയിച്ചു. രാജാവിന്റെ ഉത്തരവ് പെട്ടെന്നായിരുന്നു: ഈ വഞ്ചകന്മാരെ കൊന്നുകളയൂ. അവർക്കെന്തെങ്കിലും പറയാൻ അവസരം ലഭിക്കും മുമ്പ് തന്നെ രാജാവിന്റെ കൽപ്പന നടപ്പാക്കപ്പെട്ടു. 9 പേരുടെയും വധശിക്ഷ നടപ്പിലാക്കി. രഹസ്യം പരസ്യമാക്കിയവർ ശിക്ഷിക്കപ്പെട്ടു. രഹസ്യം രഹസ്യമായി തന്നെ സൂക്ഷിച്ച ഒരാളാവട്ടെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. താൽക്കാലിക വിദ്വേഷം കൊണ്ട് രാജാവിന് മകനോട് കയർത്ത് സംസാരിക്കേണ്ടതായി വന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് വിരഹവേദനയാൽ നീറിപ്പുകഞ്ഞുകൊണ്ടേയിരുന്നു. തന്റെ ഏക സന്തതിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇനി എനിക്കാരാണുള്ളത്? രാജാവ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പരിചാരകരോട് കയർത്തു സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഹൃദയവേദന പ്രതിഫലിച്ചു തുടങ്ങി. മകന്റെ 2ാം ഭാര്യയോടായിരുന്നു രാജാവിന് കൂടുതൽ വിദ്വേഷം. അവൾ കാരണമാണ് രാജാവിന് പുത്രനെ നഷ്ടമായത്. അവൾ രഹസ്യം പുറത്തു പറഞ്ഞതാണ് പ്രശ്നമായത്. രാജകുമാരനെ തന്നിൽ നിന്നകറ്റാൻ കാരണക്കാരിയായവളെ ഇനി വെച്ചേക്കരുത്. ആരവിടെ? അവളെ കൊണ്ടുവരൂ. ഉത്തരവിൽ കൊട്ടാരം വിറച്ചു. പുത്രവിയോഗത്താൽ മനോനില തെറ്റിയ രാജാവ് അടുത്തുത്തരവ് പുറപ്പെടുവിച്ചു. അവളുടെ തലവിട്ടു. അവളാണ് രാജകുമാരനെ നമുക്ക് നഷ്ടപ്പെടുത്തിയത്. രാജകൽപ്പനയല്ലേ, അത് നടപ്പിലാക്കാൻ അധികം താമസമുണ്ടായില്ല. രഹസ്യം സൂക്ഷിക്കണമെന്ന്, അല്ലാത്ത പക്ഷം ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും എന്ന പ്രഥമ രാത്രിയിലെ മണിയറ രഹസ്യം ഭർത്താവിന്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ പുലരുകയായിരുന്നു. കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾ നാട്ടിൽ പാട്ടാവാൻ അധികം സമയം വേണ്ടി വന്നില്ല. മൊഴി ചൊല്ലപ്പെട്ട ആദ്യ ഭാര്യയും രഹസ്യം സൂക്ഷിച്ചതിന്റെ പേരിൽ രക്ഷപ്പെട്ടയാളും ഭയത്താൽ കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. ഒരുപക്ഷെ വൈകാതെ തങ്ങളും വധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആദ്യ ഭാര്യ ശങ്കിച്ചു. 2ാം ഭാര്യയുടെ ശിക്ഷയാകുമോ തനിക്കും വന്നു ചേരുക? അവർ പരിഭ്രമിച്ചു. പക്ഷേ അവൾ ഭർത്താവിനെ വഞ്ചിച്ചതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആവും വിധം അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു. എന്നാലും രാജാവിന്റെ ഉത്തരവിന് മുന്നിൽ ശരിയും തെറ്റും പ്രശ്നമാവില്ലല്ലോ. അല്ലാഹുവേ, നീ കാക്ക്. തവക്കൽതു അലല്ലാഹ്. അവളുടെ മനോദലം പ്രാർത്ഥനയിൽ മുങ്ങി. എന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും. അവൾ നാടുവിടാൻ തീരുമാനമെടുത്തു. ഇതേ സമയം മറ്റൊരാളും ഇതേ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. എല്ലാം അള്ളാഹുവിലർപ്പിച്ച് അവൾ യാത്ര തുടങ്ങി. രാജകുമാരനെ തിരയാൻ പോയി വാഗ്ദത്തം പാലിച്ചയാളും പേടിച്ച് നാടുവിടാൻ ഉറച്ചു. അദ്ദേഹവും യാത്ര തിരിച്ചു. അള്ളാഹുവിന്റെ വിധി എന്നല്ലാതെ എന്തു പറയാൻ? ഇണയും തുണയുമില്ലാതെ സഞ്ചരിച്ചിരുന്ന അവർ 2 പേരും മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്രാമധ്യേ കണ്ടുമുട്ടി.